ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ ഷാസ് വ്ളോഗ്സ്. ഇനി ഞാൻ കുറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ക്യാരറ്റ് പോളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. എല്ലാവർക്കും അറിയാവുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് മാറ്റി വെച്ചൊരൈറ്റാട്ടോ ഈ ക്യാരറ്റ് പോള. അപ്പോൾ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതിനാവശ്യമുള്ളത് 3 ക്യാരറ്റ് ആട്ടോ. ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള 3 ക്യാരറ്റ് ഇതുപോലെ കുക്കറിൽ മുറിച്ചിട്ടിട്ട് ഒരു 2 വിസിലുകൊണ്ട് ക്യാരറ്റ് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവൻ ക്യാരറ്റ് ഇതിൽ മുറിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് 2-3 വിസിൽ വരുത്തിക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അമ്മമാർക്കൊക്കെ ഉള്ള മെയിൻ ഒരു പ്രശ്നമായിരിക്കും മക്കൾ നല്ല ഫുഡ് കഴിക്കുന്നില്ല, കളിയാളും. അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇതുപോലത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവരെന്തായാലും കഴിക്കും. ക്യാരറ്റൊക്കെ നല്ല ഹെൽത്തി ഫുഡാണ്. അപ്പോൾ 3 മുട്ടയും ഇതിലോട്ട് ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി 3 ടേബിൾ സ്പൂൺ ഷുഗറും ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും പിന്നെ ഒരു ഫ്ലേവറിന് ഒരു ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കായ്ക്ക് പകരം നിങ്ങൾക്ക് കുറച്ച് വാനില എസൻസ് വേണമെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഏലക്കായിട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എനിക്ക് അടിച്ച് കഴിഞ്ഞ് തരാട്ടോ ഏലക്കായ ചേർക്കേണ്ട ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ അടിച്ചതിന് ശേഷം പിന്നെ ചേർത്ത് കൊടുത്തതാണ് ഏലക്കായ്. അപ്പോൾ മുട്ടയിലേക്ക് നമ്മുടെ ഷുഗറും പാൽപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിൽ ഒരു വെള്ളമൊന്നും ചേർക്കാതെ അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് നല്ല ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ വേണ്ടത്. അധികം ലൂസും അല്ല എന്നാൽ അധികം ടൈറ്റും അല്ല. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതുപോലെ ആക്കിയെടുക്കണം, അരച്ചെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കാഷ്യൂനട്ട് ഒന്ന് വറുത്ത് കോരി മാറ്റുക. അതിനുശേഷം നമ്മുടെ ബാറ്ററി ഇതിലൊഴിച്ച് വേവിക്കാം. ഒരു 15 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും കേട്ടോ. വേവാത്ത പ്രശ്നമൊന്നും വരില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. അടിയിലൊരു തട്ടി കൂടി വെച്ച് കൊടുത്താൽ നമുക്കിതിൻ്റെ അടിഭാഗം കരിയുന്നതൊക്കെ നമ്മൾ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് തട്ടി കൊടുത്താൽ നല്ല ലെവലിൽ വന്നോളും. അപ്പോൾ ഇതിനെ അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ അടപ്പ് തുറന്നിട്ട് നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ച കാഷ്യൂനട്ട് ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ നമ്മുടെ സംഭവം ഇവിടെ സെറ്റായി. ഇത്രയേ പണിയുള്ളൂ, പെട്ടെന്ന് കഴിയും. ശരിക്കും പറഞ്ഞാൽ ഒരു 15 മിനിറ്റ് സമയം മതി കേട്ടോ. ഒരു ക്യാരറ്റ് വേവിക്കുന്നത് മാത്രം ഇതിലൊരു മെയിനായിട്ടുള്ളൊരു പണി എന്ന് പറയാനുള്ളൂ. ബാക്കി മിക്സിയിലിട്ട് ജാറിലോട്ട് എല്ലാം ഇട്ട് കൊടുക്കുക, ഒന്ന് അടിച്ചു കൊടുക്കുക, പാൻ വെക്കുക, 15 മിനിറ്റ് വേവിക്കുക, സംഭവം സെറ്റ്. ഏത് ക്യാരറ്റ് കഴിക്കാത്ത മക്കളും ഇത് കഴിച്ചു കേട്ടോ. മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഈ ക്യാരറ്റ് പോള ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ട്രൈ ചെയ്താണ്. ഞങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഇത് ഇഷ്ടമായി കേട്ടോ, മക്കൾക്കും ഇഷ്ടമായി. അപ്പോൾ ഇതുപോലെ മുറിച്ച് കഴിച്ചാൽ നല്ല സോഫ്റ്റാണ് കേട്ടോ സംഭവം. അതിപ്പോൾ ഞാൻ പ്രത്യേകം പറയണ്ട, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര സോഫ്റ്റാണ്. അപ്പോൾ ഞാനിതൊന്ന് ഫിനിഷ് ആക്കട്ടെ. എന്നെപ്പോലെ ആരെങ്കിലും ഇതുപോലെ ടേസ്റ്റ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ. എല്ലാവർക്കും അറിയാവുന്നൊരു ഐറ്റം തന്നെയാണിത്. ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.